തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാനുണ്ടെന്നോ ഇല്ലെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് LDF-ന് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകും. മണ്ഡലം LDF നിലനിർത്തും. നേമത്തെ സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അത് അല്ലാതെ നേമത്ത് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നേമത്ത് മാത്രമല്ല, കേരളത്തിൽ LDF-ഉം CPM-ഉം മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. അതേസമയം കേരളത്തിലെ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരും. ഈ മാസം 16, 17, 18 തീയതികളിലാണ് യോഗം. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ് സജി മാർച്ച് ചെയ്തും ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം സൂരജിലേക്ക്. സൂരജ്, ഇവിടെ കോൺഗ്രസ് അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോകുന്നു. BJP അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോകുന്നു. ഈ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവോ സൂരജ്? ഹാഷ്മി, എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് പോകുന്നു. അതിനിടയിലാണ് നേമത്താര്, അതായത് CPM-ന്റെ സ്ഥാനാർത്ഥിയായി ആരെത്തും എന്ന ചർച്ചകൾക്കിടെയാണ് നേമത്തേക്ക് വി ശിവൻകുട്ടി തന്നെ മത്സരിക്കാനെത്തും എന്ന സാധ്യതകൾ അല്ലെങ്കിൽ സൂചനകൾ വെളിവാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒരിക്കലും താൻ ഒരു സാധാരണഗതിയിൽ സ്വയം CPM-ൽ ആരും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറില്ല. പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിച്ചാൽ ആ തീരുമാനം ശിരസാ വഹിക്കും എന്നുള്ളതാണ് വി ശിവൻകുട്ടി ഇന്ന് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ശിവൻകുട്ടി മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവും നിലവിൽ നിയമത്തില്ല. കാരണം ഈ ടേം വ്യവസ്ഥ അടക്കം അദ്ദേഹത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ടേം വ്യവസ്ഥ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ബാധകമാകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അദ്ദേഹം ഈ തുടർച്ചയായി വിജയിക്കുക, അതായത് 2 ടേം തുടർച്ചയായി വിജയിക്കുന്നവർക്ക് മാത്രമാണ് ആ ടേം വ്യവസ്ഥ അടക്കം ബാധകമുണ്ടാവുക. ഇത് ഒരു തവണയാണ് തുടർച്ചയായി ഇപ്പോൾ അദ്ദേഹം വിജയിച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായും സെക്കൻഡ് ടൈം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നേമത്ത് മത്സരിക്കാൻ കഴിയും. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ, അതായത് ആഴ്ചകൾക്ക് മുൻപ് തൃശ്ശൂരിൽ തന്നെയാണ് താൻ നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അങ്ങനെ ആ കണക്കിന് BJP പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. കോൺഗ്രസ് ആകട്ടെ അവരും പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതിനിടയിലാണ് നേമത്ത് താൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്ന സൂചന അത് ശിവൻകുട്ടി പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.